കൊച്ചിയിൽ വനിതാ ബ്ലൈൻഡ് ലോഗോ ഫുട്ബോളിന് തുടക്കമായിരിക്കുകയാണ്. കാഴ്ചയില്ലാതെ കായിക ലോകത്ത് കുതിക്കുന്ന താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ഹൈക്കോടതി ജഡ്ജിമാർ കണ്ണുകെട്ടി മൈതാനത്തേക്ക് ഇറങ്ങിയായിരുന്നു കിക്ക് ഓഫ്. കാഴ്ചയില്ലാതെ ഇവർ അങ്ങനെ പന്ത് തൊട്ടുന്നു. അവരെപ്പോലെയൊന്ന് കളിച്ചു നോക്കിയാലോ? നീതിയുടെ കാവലാളുകൾ കറുത്ത തുണി കൊണ്ട് കാഴ്ച മറച്ച കോർട്ടിലേക്ക് ഇറങ്ങി. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, രാജാ വിജയരാഘവൻ, ബച്ചു കുര്യൻ തോമസ്, P ഗോപിനാഥ് എന്നിവർ. നാലുപേരും ടർഫിലെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക്. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ആദ്യ കിക്ക് ഗോളായി. പിന്നാലെ മറ്റു ജഡ്ജിമാരും ഷൂട്ടൌട്ടിന് മാറി മാറിയെത്തി. ഒടുവിൽ ഒരു ഗോൾ നേടുകയും ഒരു സേവ് എടുക്കുകയും ചെയ്ത ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് വിജയിയായി. കണ്ണുകെട്ടി തന്നെ വീണ്ടും വേദിയിലെത്തി ഉദ്ഘാടനം. 8 രാജ്യങ്ങളിൽ നിന്നായെത്തിയ പ്രതീക്ഷയുടെ ചാമ്പ്യന്മാരോട് അവർ ഏറെ നേരം സംസാരിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് തത്സമയം. ശ്യാം, ഈ വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിന് കൊച്ചി വേദിയാകുമ്പോൾ ശരിക്കും വ്യത്യസ്തമായ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ് നമ്മളവിടെ കണ്ടത്. ഈ കാഴ്ചയില്ലാതെ എങ്ങനെ ഫുട്ബോൾ തട്ടും എന്നുള്ളത് വലിയൊരു സംശയമായിരിക്കും. പക്ഷേ അവർക്ക് അകക്കണ്ണിന്റെ കാഴ്ചയുണ്ട്. ആ അകക്കണ്ണിന്റെ കാഴ്ചയിലായിരിക്കും മത്സരം മുൻപോട്ട് പോവുക, അല്ലേ? കാഴ്ചയില്ലാതെ കായിക ലോകത്ത് കുതിക്കുന്ന താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ജസ്റ്റിസുമാരായിട്ടുള്ള രാജ വിജയരാഘവൻ, ജസ്റ്റിസ് P ഗോപിനാഥ്, ബച്ചു കുര്യൻ തോമസ്, AK ജയശങ്കരൻ നമ്പ്യാർ എന്നിങ്ങനെ 4 ജഡ്ജിമാർ ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഉദ്ഘാടനത്തിന് എത്തിയത്. ആ ടർഫിലേക്ക് അവർ കണ്ണുകെട്ടിയാണ് ഇറങ്ങിയത്. ഈ ടർഫിൽ കണ്ണുകെട്ടി ഷൂട്ടൗട്ടിൽ പങ്കെടുത്തു. അങ്ങനെ അവരിലും ഒരു വിജയിയെ കണ്ടെത്തി. കൂടാതെ ഉദ്ഘാടന പ്രസംഗം പോലും അവർ കണ്ണുകെട്ടിയാണ് നടത്തിയത്. കാരണം ഈ കാഴ്ചയില്ലാതെ ആ ഒരു ഫുട്ബോൾ ലോകത്ത് കുതിക്കുന്ന ആ താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അവർ 4 പേരും ആ വേദിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ മത്സരത്തിൻ്റെ ഏകദേശം ഓരോ മത്സരങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യക്ക് നിർണായക മത്സരമാണ്. നിലവിലിപ്പോൾ അർജൻറ്റീന സെമി ഫൈനലിൽ കയറിയിട്ടുണ്ട്. ഇന്നത്തെ മത്സരം ജയിക്കുകയാണെങ്കിൽ, ഇന്ന് രാത്രിയാണ് മത്സരം, ഈ രാത്രിയിലെ ഈ മത്സരം ജയിക്കുകയാണ് എങ്കിൽ ഇന്ത്യ സെമിയിലേക്ക് കയറും. അങ്ങനെ 8 രാജ്യങ്ങളിൽ നിന്നുള്ള വനിതാ താരങ്ങളാണ് ഈ ഫുട്ബോളിൽ പങ്കെടുക്കുന്നത്. കാഴ്ചയില്ലാത്ത ഈ വനിതാ താരങ്ങൾ അവർ ഫുട്ബോൾ ലോകത്ത് ഈ കുതിക്കുന്ന ഈ ഒരു ഫുട്ബോൾ ലോകകപ്പിന് വേണ്ടിയിട്ട് കേരള ഹൈക്കോടതിയിലെ 4 ജഡ്ജിമാർ അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ കണ്ണുകെട്ടി എന്ന ആ ഒരു പ്രത്യേകത, സ്വാഭാവികമായിട്ടും അവർക്ക് ഐക്യദാർഢ്യം അവർ പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു അവർ ആ വേദിയിൽ ഏകദേശം 3/4 മണിക്കൂറോളം കണ്ണുകെട്ടിക്കൊണ്ട് ആ വേദി മുഴുവൻ അവർ പങ്കെടുത്തത്. ഈ താരങ്ങളോട് സംസാരിച്ചു, അങ്ങനെ സംവദിച്ചു. അങ്ങനെ വളരെ താരങ്ങൾക്കും ഏറെ ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും വലിയ സന്തോഷത്തോടെയാണ്. സമൂഹത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ആരെയും മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ കാഴ്ചയില്ലാത്തവരെ ചേർത്തുന്നു, അതുപോലെ ഒപ്പം തന്നെ ഡിഫറെൻ്റ് ആർട്ട് സെൻ്ററിലെ കുഞ്ഞുങ്ങളെ ഒപ്പം ചേർത്ത് നിർത്തുന്നു. പാട്ട് പകുതിക്ക് വെച്ച് മുറിഞ്ഞുപോയി, ഇനി പാടാൻ പറ്റില്ല എന്ന് കരുതുന്ന വിദ്യാർത്ഥിയെ ചേർത്ത് നിർത്തുന്നു. മതമോ ഒന്നും നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി മാത്രം കാണുന്ന കുറേ ആളുകളെ കാണുന്നു. അങ്ങനെ ചേർത്ത് നിർത്തലിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ ഒക്കെ കാഴ്ച തന്നെയാണ് നമുക്ക് എന്നും കാണേണ്ടത്. അത്തരത്തിലുള്ള സന്തോഷത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്.